കോൺഗ്രസ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് സ്ഥിതി. കള്ളക്കഥകൾ പറഞ്ഞു നടക്കുമ്പോൾ സ്വന്തം പാർട്ടിയിൽ ഉള്ളവരുടെ കുടുംബത്തിന്റെ കാര്യം പോലും അവർ മൈൻഡ് ചെയ്യുന്നില്ല എന്നതാണ് കഷ്ടം. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും അന്തരിച്ച കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം പണിയുന്നതിന് സ്ഥലം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തിയ വിവാദത്തിൽ പ്രതികരിക്കുകയാണ് മനോഹർ റാവു. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന നരസിംഹ റാവുവിന്റെ സഹോദരനാണ് ഇദ്ദേഹം. നിലവിൽ മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിന്റെ പേരിൽ വിവാദം ഉണ്ടാക്കുന്ന കോൺഗ്രസ് നേതൃത്വം 20 വർഷം പിന്നിലേക്ക് ചിന്തിച്ചു നോക്കണമെന്നാണ് മനോഹർ റാവു പറയുന്നത്. കോൺഗ്രസ് നേതാവ് നരസിംഹ റാവുവിനെ ആദരിക്കാൻ കോൺഗ്രസ് എന്ത് ചെയ്തു എന്നറിയാൻ 20 വർഷം പിന്നിലേക്ക് നോക്കണം. നരസിംഹ റാവുവിന്റെ അന്ത്യകർമ്മങ്ങളിൽ സോണിയാഗാന്ധി പോലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. കോൺഗ്രസ് സർക്കാർ അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രതിമ നിർമ്മിക്കുകയോ ഭാരത് രത്ന നൽകുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിന് വേണ്ടിയാണ് ഈ വിവാദങ്ങളെങ്കിൽ കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ BJP സർക്കാർ തീർച്ചയായും മൻമോഹൻ സിംഗിന് വേണ്ടിയുള്ള സ്മാരകം പണിയാനുള്ള ഭൂമി വിട്ടുനിൽക്കും. മനോഹർ റാവു അങ്ങനെയാണ് പറയുന്നത്. നരസിംഹ റാവുവിന്റെ പൊതുദർശനത്തിന് AICC ആസ്ഥാനത്തിന്റെ ഗേറ്റ് തുറന്നു നൽകാത്തവരാണ് കോൺഗ്രസ്സുകാരെന്നും മനോഹർ റാവു എടുത്തു പറയുകയാണ്. മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം നൽകുന്നില്ല എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. സ്മാരകത്തിന് പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ച് മണിക്കൂറുകൾക്കകം തന്നെ ഇത് സംബന്ധിച്ച ഉറപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമായി നൽകിയ കാര്യം തന്നെയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്ക് നേരിട്ട് ഉറപ്പ് നൽകിയിട്ടും അനവസരത്തിൽ രാഷ്ട്രീയ വിവാദത്തിന് ശ്രമിക്കുകയാണ് കോൺഗ്രസ് എന്ന് BJP ശക്തമായി പ്രതികരിക്കുകയുമാണ്. മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകളിൽ വിവാദം സൃഷ്ടിക്കാനുള്ള കോൺഗ്രസ് ശ്രമങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുകയാണ് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയും. കോൺഗ്രസ് പാർട്ടിയുടെ വില കുറഞ്ഞ രാഷ്ട്രീയം പുറത്തെടുക്കാനുള്ള സമയമല്ല എന്ന് അദ്ദേഹം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. മൻമോഹൻ സിംഗിന്റെ ചിതാഭസ്മം നിമജ്ജനത്തിനായി കൊണ്ടുപോകുമ്പോൾ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരും അവിടെ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് പാർട്ടി ഭാരവാഹികൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. നിംഗംബോധ് ഘട്ട് മൻമോഹൻ സിംഗിന്റെ ശവസംസ്കാരത്തിന് യോജിച്ച സ്ഥലമല്ല എന്ന് കോൺഗ്രസ് വാദങ്ങൾ കേന്ദ്രമന്ത്രി തള്ളിക്കളയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ ഉണ്ടായ കനത്ത മഴയും വെള്ളപ്പൊക്കവും അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിംഗംബോധ് ഘട്ട് താരതമ്യേന ഉയർന്ന പ്രദേശമാണ്. മറ്റൊരു ഒഴിഞ്ഞ ഭൂമിയാണ് ഇതിനായി തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇടയ്ക്കിടയെ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതൊരിക്കലും ഇവിടെ ഉണ്ടാകില്ല എന്ന് കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിക്കുകയാണ്.